ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും പ്രണവും കൂടിയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള നമ്പൂതിരിമാരുടെ ഒരു കല്യാണം ഉണ്ട്. നാളെയാണ് കല്യാണം, പക്ഷേ ഇന്ന് അവർക്ക് കുറച്ച് ആചാരങ്ങളുണ്ട്. അയിനൂണ് എന്നാണ് ഇന്നത്തെ ആചാരത്തിൻ്റെ പേര്. അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ടൈം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ആ ചേച്ചി ഫുഡ് കഴിക്കണതും അതേപോലെ തിരുവാതിരക്കളി അതെല്ലാം കണ്ടു, പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നാസറാക്കാൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോണത്. ഞങ്ങളിപ്പോൾ പറമ്പിലങ്ങാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെങ്കോട്ടി എത്തിക്കഴിഞ്ഞിട്ട് ചെങ്കോട്ടിയിൽ നിന്ന് ബസ്സിനാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കുറ്റിപ്പുറത്ത് ഇറങ്ങിയിരിക്കുന്നു. കുറ്റിപ്പുറത്തുനിന്ന് ഇനി ഞങ്ങൾ കുമ്പിടി ബസ്സിന് പോകണം. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഗായ്സ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ കുമ്പിടിയിലെത്തി ഗായ്സ്. പ്രണുപ്പാപ്പനുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിലേക്ക്. ട്രാക്ടർ ഇവിടെ എന്താ പറയുക, പൂട്ടുണ്ട് ഗായ്സ്. പൂട്ടല്ല, എന്താ പറയുക, എന്താ പ്രണു പറയുക, കർഷകനോട് ചോദിക്കാം നമുക്ക്. എന്താണ് പ്രണു അത്? പൂട്ടാണ് അതൊക്കെ. ട്രാക്ടർ എന്താ ചെയ്യാ, പൂട്ടുക. അപ്പൊ കാളെന്താ ചെയ്യാ? അപ്പൊ കാള പൂട്ടും ട്രാക്ടർ പൂട്ടുവോ? ബസ്സിൽ വന്ന് നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് ഗൈസ്. വളാഞ്ചേരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ അവിടെ ഒരു മയിലിനെ കണ്ടു ഗൈസ്. കണ്ടോ, നല്ല പീലിയൊക്കെ ഉള്ള മയിലാണ് ഗൈസ്. മഴ വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോയി. അതാണ് ചേച്ചി. ചേച്ചിക്ക് അവിടെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ്. അവരെ ആചാരത്തിലുള്ളതാണ്. അപ്പം ഞാൻ മനസ്സ് നോക്കുന്നുണ്ട്, മനസ്സിലേക്ക് കാണാനില്ല, എന്താണെന്നും അറിയില്ല. അതുപോലെ ഞാൻ പ്രണുവിനോടും ചോദിച്ചു. പ്രണു ഇവിടെ നിന്ന് വന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് ആചാരങ്ങൾ എന്നുള്ളത്. അങ്ങനെ ചേച്ചി ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് തിരുവാതിരയും അതുപോലെ അവരെന്തൊക്കെയോ ആചാരങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇത് കണ്ട് കുറച്ച് നേരം കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ചോറ് കണ്ടു ഗൈസ്. കഴിഞ്ഞാലേ ഞാൻ ചോറ് നിർത്തിട്ടില്ല, മതി. ചോറിന്നല്ലോ ഗൈസ്. ഫുള്ള് കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ട് സത്യം? സൂപ്പർ. ഞങ്ങൾ വിചാരിച്ച പായസം അല്ലായിരുന്നു ഗൈസ്. ഇത് എന്താ, കടലപ്രഥമൻ. പരിപ്പല്ല. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾ എത്തിയത് തന്നെ 12:30 ആയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ എല്ലാവരോടും ഒന്ന് സംസാരിച്ച് അമ്മയ്ക്ക് പിന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ചൊക്കെ സംസാരിച്ചിരിക്കണം. അപ്പം ഞാൻ എല്ലാവരും കണ്ടു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ സുമിയുടെ വീട്ടിൽ പോവാറുണ്ട്. അപ്പൊ സുമിയുടെ വീട്ടിൽ പോയി ഉമ്മാനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ ബസ്സൊക്കെ പിടിച്ച് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മാസിലാണ് വന്നത്. ഇനിയിപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരിപാടി ഇല്ലെങ്കിലും ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ മാസിലാണ് വരാറ്. അങ്ങനെ ഞങ്ങൾ മാസിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയിട്ട് പ്രണുവിന്റെ ഷൂ കിട്ടണം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഉഗ്ര മഴയായിരുന്നു. അതും കൊണ്ടിട്ടാണ് ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോയത്. അമ്മ ഫ്രണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു, ഞാനും പ്രണും കൂടിയാണ് പോണത്. പച്ചക്കറി മേടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങളൊരു ചായയും കുടിച്ച്, അമ്മ ചായ കുടിക്കാൻ വന്നില്ല, അമ്മ സാധനം മേടിക്കാൻ പോയി. ഞങ്ങൾക്ക് പിന്നെ മഴ കണ്ടാൽ ചായ നിർബന്ധമാണ്, എനിക്കും പ്രണൂനും. അപ്പം ഞങ്ങൾ ചായയും കുടിച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി. എന്ത് മേടിക്കാനാ വന്നത് ഗൈസ്? ഞങ്ങളിവിടെ ചായ കുടിച്ചു ഗൈസ്. കുക്കീസിന് അമ്മയ്ക്കുള്ളത് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഇവിടെ മേടിച്ചു കൊടുത്തു ഗൈസ്. നമ്മൾ ബജേറ കണ്ടു ഗൈസ്. ഹജേറോ വണ്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഹൈദരാബാദാണ് ഞങ്ങള്.
മമ്മാലിപ്പടി എത്തി ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. എന്തായിരുന്നു ഇന്നത്തെ യാത്രയെ കുറിച്ച്? അടിപൊളിയായിരുന്നു. എങ്ങനെ? അടിപൊളി. യെസ് ഗായ്സ്, അടിപൊളിയായിരുന്നു. വേറെന്താ? വേറെ ഒന്നുമില്ല അല്ലേ? ബൈ ബൈ.